ഹായ് ഗായ്സ്, നമ്മൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഫസ്റ്റ് ചാനലിലെ ഗോസ്റ്റിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇടുന്നത്. ഗോസ്റ്റ് ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പം പോകുന്നതെന്ന് പറഞ്ഞാൽ സിമിത്തേരിയിലാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അവൻ പണി കഴിഞ്ഞ് അതിലെ ഒരു ഷാഡോ അതിൽ കൂടെ പാസ് ചെയ്ത് പോയതായിട്ട്. അത് ശരിയാണോ അല്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ അല്ലേ? ഹലോ, വിഷ്ണു. ഞാൻ എൻ്റെ വീടിൻ്റെ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഒന്ന് വരൂ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ഓ ഓക്കെ ഗായ്സ്, നമ്മളെ സുഹൃത്ത് പറഞ്ഞില്ലേ ഷാഡോ കണ്ടെന്ന്. അപ്പോൾ ആ പുള്ളിക്കാരനും കൂടെ കൂട്ടിക്കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പുള്ളിക്കാരൻ്റെ വീട്ടിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. പുള്ളിക്കാരൻ ഇപ്പം വരും. വിഷ്ണു വാ. ബുദ്ധിമുട്ടായടാ? ഇല്ല, കുഴപ്പമില്ല. നമുക്ക് വീഡിയോ എടുക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഓക്കെ അത് ഞാനിത് കണ്ടിട്ട് എനിക്കത് വിശ്വാസം അങ്ങോട്ട് വന്നിട്ടില്ല. അതാണ് മെയിനായിട്ട് വിളിച്ചത്. പിന്നെ നമുക്ക് ഇവിടുന്ന് താഴോട്ടാണ് പോകേണ്ടത്. ഇവിടെ ഒരു അടുത്തൊരു പള്ളി ഉണ്ട്. ആ പള്ളിയിൽ ഉത്സവമൊക്കെ ഉണ്ട്. അവിടെ താഴോട്ട് നിന്ന് കുറച്ച് വിളിച്ചത്. ഞാൻ അവിടെ വർക്കിന് പോയതാ. അന്നേരമാണ് ഈ സംഭവം കാണുന്നത്. എത്ര മണി ടൈമായി കാണും? അന്നേരം ഞാൻ അന്ന് ശലം താമസിച്ച് അവിടെ നിന്ന് ഇറങ്ങിയത്. വർക്ക് തീർത്തിട്ട് ഇറങ്ങി വരുന്ന വഴിക്കാണ് ഇതുപോലെ എളുപ്പമുള്ള വഴി നോക്കിയിട്ട് കയറി വന്നാ. അപ്പം ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത കൂട്ടത്തില് എന്റെ ബാക്കിൽ ആരോ വരുന്നതായിട്ട് എനിക്ക് ഫീൽ തോന്നി. അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഈ ഒരു സാധനം പാസ് ചെയ്യുന്നതാണ്. പക്ഷെ നല്ല രീതിയിൽ ഞാൻ അങ്ങ് പേടിച്ചു അതിന്. അത് നമ്മളങ്ങനെ ആ ഒരു വഴി അങ്ങനെ വന്നിട്ടില്ല. സന്ധ്യാപുരത്തിന് അങ്ങനെ വരരുതെന്നാണ് പല ആൾക്കാരും പറയണത്. അത് കേൾക്കാതെ പോലുമാണ് ഞാൻ അന്ന് ഒരു എളുപ്പം ഷോർട്ട് കട്ട് രീതിയിൽ കയറി വന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. അത് ഞാൻ അന്നേരം തന്നെ വിളിച്ചറിയിച്ചത് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞത്. നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങോട്ട് തന്നെ. അപ്പൊ ഗായ്സ്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഈ വഴിയാണ് ഞാൻ കയറി വന്നത്. അപ്പം ഏകദേശം ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ കൂടെ പോയാൽ ആ സെമിത്തേരി ഉള്ളത് ആ ഭാഗത്താണ്. അപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തെ നമ്മളിങ്ങനെ വരണത്. കല്ല് പാമ്പൊക്കെ കാണാൻ അത് ഇവിടെ എന്തെങ്കിലും കാണും. വിഷ്ണു, ഇത് നീ എവിടെയാണ് കണ്ടത്? ഞാൻ ഏതോ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇവിടോട്ട് വന്ന് അത് പെട്ടെന്ന് തന്നെ അങ്ങ് മാറിപ്പോകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഓ അതെയോ, അത് ശരി. വിഷ്ണു അങ്ങോട്ട് നോക്കി, ഇതെന്താ പുതിയ കല്ലറ? ഇത് ഈ അടുത്തിടയ്ക്ക് അങ്ങോട്ട് വന്നതാ. ഇത് പക്ഷേ പഴയ കല്ലറകളാണിത്. വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കല്ലറകളാണ്. വിഷ്ണു, നീ പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ വിശ്വാസമില്ല. ഞാൻ അങ്ങനെ വിശ്വാസം പോലെ അഭിനയിച്ചതേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉറപ്പായി. കാരണം ഇതിൻ്റെ നെഗറ്റീവ് എനർജി എനിക്കിവിടെ ഫീലായിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു വൈബ്രേഷൻ മാതിരി. എനിക്ക് ഉറപ്പായി ഇവിടെ കൊണ്ടുവന്നു. എന്തായാലും തന്നെ ഞാൻ തെറ്റിദ്ധരിച്ചില്ലേ, സോറി. അല്ല, അത് കുഴപ്പമില്ല. ഞാനിത് ഓൾറെഡി ഈ ഒരു സത്യാവസ്ഥ എല്ലാവർക്കും അറിയണം.
ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് എല്ലാവരും അറിയേണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യിക്കുന്നത് പോലും. പക്ഷേ പലരും ഇതിനെ വിശ്വസിക്കുന്നില്ല. ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ ഇത് പിന്നെ അറിയാവൂ. സത്യം ഒരിക്കലും നമുക്കത് മറക്കാൻ പറ്റാത്തൊരു സംഭവമായിപ്പോയി, ഒരു വലിയ അനുഭവമായിപ്പോയി. ഈ ഒരു കാഴ്ച നമ്മൾ കാണുമെന്ന്, ഞാൻ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ ഇതിങ്ങനെ കാണുമെന്നുള്ളൊരു ഓർക്കുന്നില്ല. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്. ഹായ് ഗായ്സ്, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം. പിന്നെ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊരു അനുഭവം ഉണ്ടെങ്കിൽ അത് താഴെ എൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ എന്നെ വിളിച്ച് പറയാം, ഞങ്ങൾ വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.